ഹായ് ഡിയേഴ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ഇൻഡോ ലേണിംഗ്. ഇന്ന് നമ്മൾ ഹോങ് ഹോങ് ട്യൂട്ട് ട്യൂട്ട് എന്ന ലെസൻ്റെ പാർട്ട് സെക്കൻഡാണ് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പാഠഭാഗങ്ങളെല്ലാം കുഞ്ഞുമക്കൾ നന്നായി വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. പാർട്ട് 1 കാണാത്ത കൂട്ടുകാർ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനിപ്പിച്ചത് എവിടെയാണ്? ബസ്സും കാറും വളരെ വേഗത്തിൽ ഓടുന്നു. ഇവിടെ ബസ് അല്പം ഏംഗ്രിയിലാണ്, അല്പം ദേഷ്യത്തിലാണ്. എന്താണ് പറയുന്നത് നോക്കൂ. ഹോങ് ഹോങ്, ഹേ കാർ ഗിവ് വേ. ഹോങ് ഹോങ് എന്ന ഹോണടി ശബ്ദം മുഴക്കി ഹേ കാർ, കാറേ, ഗിവ് വേ, വഴിമാറൂ. ഗിവ് വേ മീൻസ് മൂവ്, വഴിമാറൂ. കാർ എന്താണ് അതിന് മറുപടി പറയുന്നത് നോക്കൂ. ട്യൂട്ട് ട്യൂട്ട്, ട്യൂട്ട് ട്യൂട്ട് എന്ന ശബ്ദം മുഴക്കി, ഹോണടി ശബ്ദം മുഴക്കി. യു, നീ, നീ എന്ന് പറഞ്ഞാൽ ബസ്. യു മൂവ്, നീ മാറൂ എന്ന് പറയുന്നു. നോക്കൂ, അപ്പോൾ ഇവിടെ നമുക്കൊരു ശബ്ദം കേൾക്കാം വീണ്ടും. നേരത്തെ ഹേ എന്ന് പറഞ്ഞ അതേ പോലീസ് ഓഫീസർ തന്നെ ഇവിടെ നമ്മളോട് എന്ത് പറയുന്നു? സ്റ്റോപ്പ്. ഇവിടെ കാറിനോടും ബസ്സിനോടും എന്താണ് പറയുന്നത്? സ്റ്റോപ്പ്, നിർത്തൂ. നോക്കൂ, സ്റ്റോപ്പ്, നിർത്തൂ. ഷൗട്ട്സ്, ഉച്ചത്തിൽ പറയുക, ആക്രോശിക്കുക എന്നാണ് അതിനർത്ഥം. ഷൗട്ട്സ്, ഉച്ചത്തിൽ പറയുന്നു. ആരാ പറയുന്നത്? ദ പോലീസ് ഓഫീസർ. പോലീസ് ഓഫീസർ ഉച്ചത്തിൽ പറയുന്നു, ആക്രോശിക്കുന്നു. എന്താണ് പറയുന്നത്? സ്റ്റോപ്പ്, നിർത്തൂ. എന്നാൽ ബസ്സും കാറും അത് ചെവിക്കൊണ്ടില്ല. ദ ബസ് ഡസ് നോട്ട് സ്റ്റോപ്പ്. സ്റ്റോപ്പ്, നിർത്തുക. ഡസ് നോട്ട് സ്റ്റോപ്പ്, നിർത്തുന്നില്ല. നോട്ട് വന്നാൽ നെഗറ്റീവ് അർത്ഥമാണ്, അല്ല, ഇല്ല എന്നാണ് അർത്ഥം. ദി ബസ് ഡസ് നോട്ട് സ്റ്റോപ്പ്, ബസ് നിർത്തുന്നില്ല. ദ കാർ ഡസ് നോട്ട് സ്റ്റോപ്പ്, കാറും നിർത്തുന്നില്ല. ഇനി നോക്കൂ, എന്ത് സംഭവിക്കും? ഇവിടെ ഒരു ചോദ്യമുണ്ടല്ലോ. വാട്ട് വിൽ ഹാപ്പൻ നൗ? വാട്ട്, എന്ത്. വിൽ ഭാവിയെ കാണിക്കുന്ന ഒരു സഹായക്രിയയാണ്. വാട്ട് വിൽ ഹാപ്പൻ, ഹാപ്പൻ സംഭവിക്കുക. വിൽ ഹാപ്പൻ സംഭവിക്കും. വാട്ട് വിൽ ഹാപ്പൻ, എന്ത് സംഭവിക്കും. നൗ, ഇപ്പോൾ. ഇപ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് ഗസ് ചെയ്താൽ അറിയാം എന്താണ് സംഭവിക്കുക എന്ന്. നോക്കൂ, ഇവിടെ നോക്കൂ. ക്രാഷ്, കൂട്ടിയിടിക്കുന്നു. ക്രാഷ്. ഇവിടെ നോക്കൂ, കാർ ക്രാഷ്, കൂട്ടിയിടിക്കുന്നു. കാറും ബസ്സും കൂട്ടിയിടിക്കുന്നു. നോക്കൂ, ദ ബസ് ആൻഡ് ദി കാർ. ബസ്സും കാറും, എന്തിന് എന്നാണ് അർത്ഥം. ദ ബസ് ആൻഡ് ദി കാർ, ബസ്സും കാറും ഹിറ്റ്, കൂട്ടിയിടിച്ചു. ഈ ഹിറ്റ് എന്നതിന് അർത്ഥം എന്താണ്? കൂട്ടിയിടിച്ചു. ഈച്ച് അതർ, പരസ്പരം. പരസ്പരം ബസ്സും കാറും കൂട്ടിയിടിച്ചു. നോക്കൂ, ഇവിടെ രണ്ട് ചോദ്യമുണ്ട്. വേർ, എവിടെ. ഈസ്, ആണ്. ദ പോലീസ് ഓഫീസർ, പോലീസ് ഓഫീസർ എവിടെയാണ്? ദ പോലീസ് ഓഫീസർ ഈസ് ഓൺ ദി റോഡ്, റോഡിലാണ്. നോക്കൂ, വാട്ട്, എന്ത്. വിൽ ഡു, ഡു ചെയ്യുക. വിൽ ഡു, ചെയ്യും. ദ പോലീസ് ഓഫീസർ, പോലീസ് ഓഫീസർ എന്താണ് ചെയ്യുക? എന്താണ് ചെയ്യുക? He will take action against the bus and the car. അടുത്ത ഭാഗം നോക്കൂ.
നോക്കൂ, ബസ് എന്താണ് പറയുന്നത്? ഔച്ച്. ഔച്ച് എന്നതിനർത്ഥം എന്താണ്? നമ്മൾ മലയാളത്തിൽ അയ്യോ എന്ന് പറയില്ലേ? അയ്യോ എന്നാണ് അർത്ഥം. അയ്യോ, മൈ ഹോൺ, എന്റെ ഹോൺ, എന്റെ ഹോൺ നഷ്ടപ്പെട്ടു. നോക്കൂ, ഹോൺ ഇപ്പൊ എവിടെയാണുള്ളത്? റോഡിൽ വീണ് കിടക്കുകയാണ്. ഇനി കാർ എന്താണ് പറയുന്നത്? നോക്കൂ, ഹോ മൈ ലൈറ്റ്, അല്ലേ? എന്റെ ലൈറ്റ്. നോക്കൂ, ഒരു ലൈറ്റ് ഇല്ല. നോക്കൂ, അപ്പോൾ ബസിന്റെ ഹോൺ നഷ്ടപ്പെട്ടു, കാറിന്റെ ഒരു ലൈറ്റും റോഡിൽ വീണ് കിടക്കുന്നു. ഇനി ഇവിടെ നോക്കൂ, ദ ഹോൺ, ബസിന്റെ ഹോൺ, ദ ഹോൺ ഫെൽ ഡൗൺ. നോക്കൂ, ഹോൺ ഫെൽ ഡൗൺ, താഴെ വീണു. ഫെൽ ഡൗൺ എന്നാൽ താഴെ വീണു എന്നാണ് അർത്ഥം. ഫെൽ വീണു, ഡൗൺ താഴെ, താഴെ വീണു. ദ കാർസ്, കാറിന്റെ, അപ്പോസ്ട്രഫി വന്നു കഴിഞ്ഞാൽ ന്റെ, ഉടെ എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ദി കാർസ്, കാറിന്റെ, ലൈറ്റ്, ലൈറ്റ് ഫെൽ ഡൗൺ, താഴെ വീണു. കാറിന്റെ ലൈറ്റ് താഴെ വീണു. അപ്പോൾ ഇവിടെ ബസ്സിനും നഷ്ടമായി, കാറിനും നഷ്ടമുണ്ടായി. നോക്കൂ, ഇവിടെ രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. നോക്കൂ, വാട്ട്, എന്ത്, ഹാപ്പൻഡ് സംഭവിച്ചു, ടു ദി ബസ്, ബസ്സിന്, ബസ്സിന് എന്താണ് സംഭവിച്ചത്? എന്താണ് സംഭവിച്ചത്? ബസ്സസ് ഹോൺ ഫെൽ ഡൗൺ, ബസ്സിന്റെ ഹോൺ താഴെ വീണു. അടുത്ത ചോദ്യം നോക്കൂ, വാട്ട്, എന്ത്, ഹാപ്പൻഡ് സംഭവിച്ചു, ടു ദി കാർ, കാറിന്, കാറിന് എന്ത് സംഭവിച്ചു? ദി കാർസ് ലൈറ്റ് ഫെൽ ഡൗൺ, കാറിന്റെ ലൈറ്റ് താഴെ വീണു. അപ്പോൾ പെട്ടെന്ന് ബസ് എന്താണ് പറയുന്നത് കാറിനോട്? ഇറ്റ്, അത്, അത് എന്ന് പറഞ്ഞാൽ ആക്സിഡന്റ് ഉണ്ടായത്. ഈസ്, ആണ്, യുവർ മിസ്റ്റേക്ക്, നിന്റെ തെറ്റാണ്. അപ്പൊ കാർ എന്താ പറയുന്നത്? നോക്കൂ, നോ, അല്ല, ഇറ്റ് ഈസ്, അതാണ്, യുവർ മിസ്റ്റേക്ക്, നിന്റെ തെറ്റാണ്. ആരോട് പറയുന്നതാണ്? ബസ്സിനോട് പറയുന്നതാണ്. ദ ബസ് ഈസ് ആംഗ്രി, ഇത് കേട്ടപ്പോ ബസ്സിന് എന്ത് വന്നു? ദേഷ്യം വന്നു. നോക്കൂ, ദ ബസ് ഈസ് ആംഗ്രി, വെറുപ്പ് വന്നു. ആംഗ്രി, ദേഷ്യം വന്നു. ദ കാർ ഈസ് ഓൾസോ ആംഗ്രി, കാറിനും ദേഷ്യം വന്നു. കാരണം എന്താ? ബസ് കാറിനോട് പറഞ്ഞു നിന്റെ തെറ്റാണെന്ന്. ഇനി നോക്കൂ, വൈ, എന്തുകൊണ്ട്, ഈസ്, ആണ്, ദ ബസ് ആംഗ്രി, ബസ്സിന് എന്താണ് ആംഗ്രി ആകാൻ കാരണം? എന്താണ് കാരണം? ബിക്കോസ് ദ കാർ ബ്ലെയിംസ് ദി ബസ്. ഇനി വൈ ഈസ് ദി കാർ ആംഗ്രി, കാറിന് ദേഷ്യം വരാൻ കാരണം എന്താണ്? ബിക്കോസ് ദ ബസ് ബ്ലെയിംസ് ദി കാർ, ബസ് കാറിനെ കുറ്റപ്പെടുത്തി. അപ്പോൾ ഇവിടെ പോലീസ് ഓഫീസർ ബസ്സിനോട് എന്താ പറഞ്ഞത് നോക്കൂ. ഇറ്റ്, അത്, ഈസ്, ആണ്, യുവർ, നിന്റെ, മിസ്റ്റേക്ക്, നിന്റെ എന്ന് പറഞ്ഞാൽ ബസ്സിന്റെ. ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്, അത് നിന്റെ മിസ്റ്റേക്ക് ആണ്, നിന്റെ തെറ്റാണ്. ബസ്സിന് കാര്യം മനസ്സിലായി. അപ്പൊ ബസ് എന്താണ് പറയുന്നത്? ഐ ആം സോറി സർ, ഐ ആം സോറി, ഞാൻ ദുഃഖിക്കുന്നു സർ, ഐ ആം സോറി സർ. കാറിനോട് പോലീസ് ഓഫീസർ എന്താണ് പറഞ്ഞത് നോക്കൂ. ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക് ടു, ഇറ്റ്, അത്, ഈസ്, ആണ്, യുവർ, നിന്റെ മിസ്റ്റേക്ക് കൂടിയാണ്, അത് നിന്റെ മിസ്റ്റേക്കും കൂടിയാണ്. കാരണം എന്താ? കാറും ബസ്സും വളരെ സ്പീഡിലാണ് ഓടി വന്നത്. അപ്പൊ കാറിന് ദുഃഖം വന്നു, അല്ലേ? കാർ എന്ത് പറഞ്ഞു? സോറി സർ, സോറി സർ എന്ന് കാറ്
പറയും. ഇവിടെ ഒരു ചോദ്യം നോക്കൂ. ഹു ആര് മേഡ് ഉണ്ടാക്കി എ മിസ്റ്റേക്ക് ഓൺ ദി റോഡ് റോഡിൽ മിസ്റ്റേക്ക് ഉണ്ടാക്കിയത് ആരാണ്? ആരൊക്കെയാണ് റോഡിൽ മിസ്റ്റേക്ക് ഉണ്ടാക്കിയത്? ദി ബസ് ആൻഡ് ദി കാർ. ആരൊക്കെയാണ് മിസ്റ്റേക്ക് ഉണ്ടാക്കിയത്? ദ ബസ് ആൻഡ് ദി കാർ. അടുത്തൊരു ചോദ്യം നോക്കൂ. വാട്ട് ഡസ് എന്ത് ദ പോലീസ് ഓഫീസർ സേ ഡസ് സേ പറയുന്നു. എന്താണ് പോലീസ് ഓഫീസർ പറയുന്നത്? എന്താണ് പോലീസ് ഓഫീസർ പറയുന്നത്? ഇറ്റ് ഈസ് ബോത്ത് ഓഫ് യുവർ മിസ്റ്റേക്സ്. ഇറ്റ് ഈസ് ബോത്ത് ഓഫ് യുവർ മിസ്റ്റേക്ക്. അപ്പോൾ ആരോ ഒരാൾ പറയുന്നത് നോക്കൂ. ഹിയർ ഈസ് യുവർ ഹോൺ. ഇതാ നിന്റെ ഹോൺ. ആരാണ് ഇവിടെ ഹോൺ റീഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത്? മങ്കി. കാറിന്റെ ലൈറ്റ് റോഡിൽ വീണു പോയിട്ടുണ്ട് ആക്സിഡന്റിൽ അല്ലേ. ഇവിടെ ആരോ ഒരാൾ കാറിന്റെ ലൈറ്റ് റീഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ. ആരാണത് നോക്കൂ. ഹിയർ ഈസ് യുവർ ലൈറ്റ്. ഇതാ നിന്റെ ലൈറ്റ്. ഹിയർ ഈസ് യുവർ ലൈറ്റ്. ഇതാ നിന്റെ ലൈറ്റ്. ആരാണ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത്? ഇവിടെ കൂട്ടുകാർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആരാണ്. കൗ. ഇനി ഇവിടെ ചോദ്യമുണ്ടല്ലോ നോക്കൂ. ഹൂ ഹെൽപ്സ്. ആര് ഹെൽപ്സ് സഹായിക്കുന്നു? ദ ബസ്. ബസ്സിനെ ആരാണ് സഹായിച്ചത്? സഹായിച്ചത് മങ്കി. ഹൂ ഹെൽപ്സ് ദി കാർ. ആരാണ് കാറിനെ സഹായിച്ചത്? കൗ. കൗ ഹെൽപ്സ് ദി കാർ. ദ ഹോൺ ഈസ് റെഡി. ഹോൺ ശരിയാക്കി. ദ ഹോൺ ഈസ് റെഡി. ദ ലൈറ്റ് ഈസ് റെഡി. ലൈറ്റും ശരിയാക്കി. ദ ബസ് ആൻഡ് ദി കാർ. ബസ്സും കാറും ആകുന്നു. എന്താകുന്നു? ഹാപ്പി. സന്തോഷവാന്മാരാകുന്നു, സന്തുഷ്ടരാകുന്നു. ദ ബസ് ആൻഡ് ദി കാർ ആർ ഹാപ്പി. ബസ്സും കാറും എന്തായി? ഹാപ്പി ആകുന്നു. നോക്കൂ. അപ്പോൾ കാർ എന്താ പറയുന്നത്? താങ്ക് യു സർ. നമ്മുടെ പോലീസ് ഓഫീസറോട് കാറ് പറയാണ് താങ്ക് യു സർ. അപ്പോൾ നമ്മുടെ പോലീസ് ഓഫീസർ എന്താണ് പറയുന്നത്? ഡു നോട്ട് റിപ്പീറ്റ് ഇറ്റ്. ആവർത്തിക്കരുത്. ഡു നോട്ട് മീൻസ് ഡോണ്ട് എന്നാണ് അർത്ഥം. ഡു നോട്ട് റിപ്പീറ്റ് ഇറ്റ്. അത് ആവർത്തിക്കരുത്. അപ്പൊ ബസ് എന്താണ് പറഞ്ഞത്? ബൈ സർ അല്ലേ. ബസ് ബൈ പറഞ്ഞു. ഇവിടെ ഒരു ചോദ്യമുണ്ട്. കൂട്ടുകാർ ആൻസർ പറയണം. വിൽ ദേ. വിൽ ഭാവിയെ കാണിക്കുന്നതാണ്. ദേ അവർ. വിൽ ഗോ പോകുമോ? ദേ അവർ പോകുമോ? ഫാസ്റ്റ് വേഗത്തിൽ. നൗ ഇപ്പോൾ. ഇനി അവർ വേഗത്തിൽ പോകുമോ? നെവർ ഒരിക്കലുമില്ല. കാരണം എന്താണ്? ആക്സിഡന്റ് സംഭവിച്ച് അവർക്ക് രണ്ടു പേർക്കും കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്. ഇവിടെ ചെറിയ ഒരു കവിതയാണ്. ആ കവിത നമുക്ക് ഒന്ന് നോക്കാം. ഗ്രീൻ ട്രീസ് യു ആർ സോ നൈസ്. ഐ ആം സോ ഹാപ്പി ടു സീ യു ഓൾ. ബ്ലൂ ബേർഡ്സ് യു ആർ സോ നൈസ്. ഐ ആം സോ ഹാപ്പി ടു സീ യു ഓൾ. ഇവിടെ നോക്കൂ. ഗ്രീൻ പച്ച, ട്രീസ് മരങ്ങൾ, പച്ച മരങ്ങളെ. ഗ്രീൻ ട്രീസ് പച്ച മരങ്ങളെ. യു ആർ സോ നൈസ്. നിങ്ങൾ ആണ് എന്താണ്? സോ നൈസ്
സോ മീൻസ് വളരെ, നൈസ് മീൻസ് ബ്യൂട്ടിഫുൾ മനോഹരം. നിങ്ങൾ വളരെ മനോഹരമായിരിക്കുന്നു. ഐ ആം ഞാനാണ്, സോ വളരെ, ഹാപ്പി സന്തോഷം, എനിക്ക് വളരെ സന്തോഷം ഉണ്ട്. എന്തിൽ? ടു സീ കണ്ടതിൽ, കാണാൻ കഴിഞ്ഞതിൽ, യു ഓൾ നിങ്ങളെ എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. ബ്ലൂ ബേർഡ്സ് യു ആർ സോ നൈസ്, ഐ ആം സോ ഹാപ്പി ടു സീ യു ഓൾ. Blue birds, you are so nice. I am so happy to see you all. Blue birds, നീലക്കിളികളെ, you നിങ്ങൾ are so nice, നിങ്ങൾ വളരെ ഭംഗിയുള്ളവരാണ്. I am so happy, ഞാൻ വളരെ സന്തോഷവാനാണ്. ടു സീ കണ്ടതിൽ, യു ഓൾ നിങ്ങളെ എല്ലാവരെയും കണ്ടതിൽ. വൺസ് മോർ. ഗ്രീൻ ട്രീസ് യു ആർ സോ നൈസ്, ഐ ആം സോ ഹാപ്പി ടു സീ യു ഓൾ. ബ്ലൂ ബേർഡ്സ് യു ആർ സോ നൈസ്, ഐ ആം സോ ഹാപ്പി ടു സീ യു ഓൾ.